സു ഫ്രം സോ ഒരു കന്നഡ പടമാണ്. സുലോചന ഫ്രം സോമേശ്വരം. ഒരുപക്ഷെ ഒരുപാട് തിയേറ്ററിലൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല, വളരെ കുറച്ച് തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ. കന്നഡ പടം റീമേക്ക് ആയതുകൊണ്ട് തന്നെയും ഒരുപാട് താല്പര്യവും എടുത്ത് കാണാനുള്ള സാധ്യത ഒന്നുമില്ല. ഇതിന് ഡയറക്ടർ തന്നെ ഇതിനകത്ത് നായകനായിട്ട് അഭിനയിക്കുന്നു. പക്ഷേ നായകനൊന്നും ഇതിനകത്ത് അത്ര വലിയ റോളുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. കാരണം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഒരു നാടൻ ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയൊരു കഥയാണ്. പക്ഷേ ഇത്രയും ഒരു ഫൺ എലമെൻറ്റ് കണ്ട് ചിരിച്ചൊരു പടം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അത്രയും കോമഡി ഇൻവോൾവ് ചെയ്ത, അത്രയും രസിപ്പിച്ച ഒരു പടം. സംഭവം ഒരു കോമഡി ഹൊറർ മൂഡ് പടമാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ചിരിയാണ്. അതിനകത്ത് വരുന്ന കുറച്ച് റോളുകൾ, അതായത് ഋഷഭ് ഷെട്ടിയൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഗുരുജിയുടെ റോള്, ഒരു അളിയൻ്റെ റോള്, ഒരു രവിയണ്ണൻ്റെ റോള്. എൻ്റെ പൊന്നളിയ, നിങ്ങൾ ചിരിച്ചില്ലേ? അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. സംഭവം ദുൽഖർ സൽമാനാണ് ഇവിടുത്തെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, വെറുതെ ഒന്നും അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളുടെ ദുൽഖർ സൽമാൻ എടുക്കാറില്ല, പ്രത്യേകിച്ച് കന്നഡ പടം ആയതുകൊണ്ട് തന്നെ. എൻ്റെ ഒരു അറിയാവുന്നൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കന്നഡത്തിലൊരു പടം ഇറങ്ങുന്നുണ്ട്, കുറച്ചാൾ മുന്നാണ് ഈ റിലീസിൻ്റെ അന്ന് കന്നഡ പടം ഇറങ്ങുന്നുണ്ട്. ആക്ച്വലി കന്നഡയിലല്ല, ഇത് വളരെ നല്ലൊരു റിവ്യൂ കിട്ടുന്നൊരു പടമാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാം അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കന്നഡ പടമല്ലേ എന്നെ പറയാനാ. പക്ഷേ അതിൻ്റെ ഡബ്ബിങ് അടക്കം പക്ക, അതിൽ കള്ളുപിടിച്ച് ആക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് അഭിനയിക്കുന്ന, അതായത് നമ്മളാ പടത്തിലേക്ക് കംപ്ലീറ്റ്ലി ആയിപ്പോവും. അത്രയും ഫൺ എലമെൻറ്റുള്ളൊരു പടം അടുത്ത കാലത്ത് ഒന്നും ഇറങ്ങിയിട്ടില്ല, മലയാളത്തിൽ നിന്നല്ല എവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ പടം കാണാൻ പോകുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ അവരൊരു ഡിപ്രഷൻ മാറ്റുക, ഒന്ന് റിലാക്സ് ആവാന്നുള്ളത്, അതിന് പറ്റിയ പടം തന്നെയാണ്. അത് മാത്രമല്ല, തിയേറ്ററിൽ നമ്മൾ പടം കാണാൻ പോയിരുന്നുണ്ടല്ലോ, ഈ പടത്തിൻ്റെ വോയിസിനൊക്കെ കൂടുതലായിരിക്കും ആൾക്കാർ ചിരിക്കുന്ന ശബ്ദം. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കാരണം ആൾക്കാർ അറിഞ്ഞു വന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോയി കണ്ടോ, മസ്റ്റ് വാച്ച് പടമാണ് സുലോചന ഫ്രം സോമേശ്വരം.